ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്ക് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ദിയ ഫാത്തിമയുടെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന് മുന്നേ ദിയ ഫാത്തിമയുടെ വീഡിയോ ചെയ്ത് ഒരു കേസിൽ അകപ്പെട്ട് അല്ലെങ്കിൽ ഒരു കേസുമായി അഭിമുഖീകരിക്കുകയാണ് ജുനൈദ് നമ്പിലത്ത് എന്ന വ്യക്തി. അദ്ദേഹമാണ് ഓരോ അപ്ഡേഷനും ഓരോ കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ഇത്രത്തോളം ദിയ ഫാത്തിമനെ കുറിച്ച് എത്ര പേരെ വീഡിയോ ചെയ്യണമെന്ന് കയ്യിൽ എണ്ണാൻ കൂടെ പറ്റില്ല. അത്രത്തോളം ആളുകൾ ദിയ ഫാത്തിമനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ജുനൈദ് പറയാറുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനായിട്ട് പറയരുതെന്ന്. ഞാനും ഒരു വീഡിയോ ആയി പറഞ്ഞിരുന്നു, ജുനൈദും അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ഇന്ന ആൾ ഇന്നതുപോലെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു വന്ന് അവസാനം ജുനൈദിൻ്റെ പേരിലൊരു കേസായി. ജുനൈദാണ് ആകെ നമുക്ക് ഓരോ അപ്ഡേഷൻ തരുന്നത്. ആ ജുനൈദിൻ്റെ അപ്ഡേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യാറ്. കാരണം നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അതേ ലാഘവത്തോടെ അതേ ഒരു സീരിയസ്നെസ്സിലൂടെയാണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിരുന്നത്. അതിൽ 1-2 പേര് മാത്രമാണ് കുറച്ച് മോശമായിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് താക്കീത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ദിയ ഫാത്തിമയുടെ വീഡിയോ ചെയ്യാതിരിക്കാൻ എന്തായാലും വീഡിയോ ചെയ്യാതിരിക്കാനായിട്ട് ഇത് നമുക്ക് ഒരു ബാധകമല്ല. നമ്മളെന്തായാലും ദിയ ഫാത്തിമനെ കുറിച്ച് കിട്ടുന്നത് വരെ നമ്മളെന്തായാലും ദിയ ഫാത്തിമനെ കുറിച്ച് വീഡിയോ ചെയ്യും. അതേപോലെ ദിയ ഫാത്തിമ എവിടെയുണ്ട് എന്നുള്ളതടക്കം അറിയാവുന്ന ഏക വ്യക്തി കൂടിയാണ് ജുനൈദ്. അപ്പോൾ ജുനൈദ് എന്തായാലും മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നിങ്ങളിങ്ങനെ ചർച്ച വിധം ഇങ്ങനെയൊരു വീഡിയോ എത്തിച്ചല്ലോ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ദിയ ഫാത്തിമ എന്ന ആ ഒരു കുഞ്ഞിൻ്റെ ഓർമ്മകളൊക്കെ മറന്ന് മണ്ണടിഞ്ഞ് പോകാൻ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഒരു ഓർമ്മ വീണ്ടും എത്തിച്ചതിന് ബിഗ് സല്യൂട്ട് ഉണ്ട് ജുനൈദെ. കാരണം നിങ്ങൾ കാരണം കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇപ്പോൾ ദിയ ഫാത്തിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇത്ര വർഷം മുന്നേ ഉള്ള ഈ ഒരു കേസാണ്. എന്നിട്ട് കയ്യിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അത് ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കോടി ജനങ്ങളാണ് ദിയ ഫാത്തിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഓരോ വീഡിയോൻ്റെ താഴെ വന്ന് നോക്കിയാലും കാണാൻ സാധിക്കും, ദിയ ഫാത്തിമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഹജ്ജ് പെരുന്നാളാകുമ്പോഴേക്കും ദിയ ഫാത്തിമനെ കിട്ടും. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥന നടത്തുന്നു, അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി കമൻ്റ് ഇടുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുനൈദ് തന്നെയാണ്. കാരണം ആ കുഞ്ഞ് എന്തായാലും മരിച്ചിട്ടില്ല, ആ കുഞ്ഞ് ജീവനോടെ തന്നെയുണ്ട്. ആ ഉമ്മാക്ക് പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ ചില യൂട്യൂബേഴ്സ് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആ ഉമ്മ പിടിച്ചു നിന്ന് ആ ഉമ്മ കരുത്തോടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. കാരണം എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ കുഞ്ഞിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് ആ അമ്മയ്ക്ക് പോലും ഉറപ്പുണ്ട്. ആ അമ്മയുടെ നാവിൽ നിന്ന് തന്നെ പല തെളിവുകളും നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊരു എവിടെയാണ് ഇവിടെ ഒരു തടസ്സമുള്ളത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നത് ആ കുഞ്ഞിനെ കിട്ടാനായിട്ടാണ്. ഒരിക്കലും നമ്മുടെ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടാവരുത്. നമുക്ക് വേറെ എന്ത് വീഡിയോ വേണമെങ്കിലും റീച്ചിനായിട്ട് നിങ്ങൾ ഇട്ടോ, പക്ഷേ കുഞ്ഞിൻ്റെ കാര്യമാണ്. കുഞ്ഞിനെ കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോ ഒരു തടസ്സമാവാൻ പാടില്ല. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ജുനൈദ് ഒരിക്കലും പിന്മാറി പോകരുത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയുക. അത് എത്തിക്കേണ്ടവിടെ എത്തിക്കാൻ ഉള്ള ആളുകളാണല്ലോ ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും അത് പൂർണ്ണതയോടെയുള്ള പിന്തുണയോടുകൂടി എന്തായാലും ഞങ്ങളെല്ലാവരും ജുനൈദിൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്, കുഞ്ഞിനെ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അത് ഒരിക്കലും പകുതി വഴിക്ക് വെച്ച് നിർത്തരുത് എന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഒരു കേസ് വന്നു എന്ന് വിചാരിച്ച് അങ്ങനെ ജുനൈദ് പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 വർഷത്തോളം ജുനൈദ് ആ കുഞ്ഞിൻ്റെ പിന്നാലെയുണ്ട്. ആ കുഞ്ഞിനെ എന്ത് സംഭവിച്ചു, എങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി, എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എന്നുള്ള രീതിയിൽ അത്രത്തോളം ആഴത്തിൽ ഒരു കേസ് പഠിച്ച് ആ കേസിനെ ഒരു മന്ത്രിയുടെയും ഒരു പ്രധാനമന്ത്രിയുടെയും മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു കേസ് എത്തിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ കൈ കിട്ടുന്നത് വരെ ജുനൈദ് പ്രയത്നിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.